വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കാൽപന്ത് ലഹരി എന്ന പേരിൽ പ്രീമിയർ ലീഗ് മത്സരം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം യാക്ക് ടർഫിൽ വെച്ചായിരുന്നു മത്സരം. മുക്തി നമുക്ക് ഒരുമിച്ച് എന്ന പേരിൽ വളാഞ്ചേരി നഗരസഭ ഒരുക്കി വരുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. വളാഞ്ചേരിയിലെ കിംസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷനും ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായാണ് പരിപാടി ഒരുക്കിയത്. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ സിറിഞ്ചാണെങ്കിൽ ആ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരേ സിറിഞ്ച് കൊണ്ടുവരുന്നത്. ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ചെയ്യണം. അതിൽ ഒരാൾക്ക് പോസിറ്റീവ് എങ്ങനെയായത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രാത്രി പെട്രോളിംഗ് ആണ്. ആ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ബിൽഡിങ്ങുകളിൽ നിന്ന് മെറ്റീരിയൽസ് പോവുക, സ്ഥിരമായിട്ട് പറയാം ബിൽഡിങ്ങുകളിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് സാധനങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ അന്നത്തെ പെട്രോളിംഗ്. അവിടുന്ന് കിട്ടിയപ്പോൾ ഇവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ അവരുടെ പിടിവലിയിലോ അറിയാതെ എന്ത് ചെയ്തു, പോലീസ് ഉദ്യോഗസ്ഥന് ചെറുതിൻ്റെ ഒരു മുറിവ് വന്നു. കിംസ് കോളേജ് പ്രിൻസിപ്പൽ KV കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായി. ലത്തീഫ് കുറ്റിപ്പുറം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കിംസ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നിസാർ, സിനിമാ സംവിധായകൻ നാസർ ഇരുമ്പിളിയം, ലഹരി നിർമ്മാർജ്ജന സമിതി കോട്ടയ്ക്കൽ മണ്ഡലം സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത്, നിസാർ പാലക്കൽ, സ്റ്റെല്ല പീറ്റർ, തുഷാര, സുധീഷ്, സൂരജ്, അൻവർ, ഫാത്തിമത്ത് സുഹറ, ഷഹല, ഫർസാന എന്നിവർ സംസാരിച്ചു. വിജയിച്ച ടീമിന് നഗരസഭ ചെയർമാൻ ട്രോഫിയും നൽകി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.